ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് വിനിഷ. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു തമാശയെക്കുറിച്ച് പറയുകയായിരുന്നു. തൊട്ട് മുൻപ് നമ്മൾ സംസാരിച്ചത് ഗുഡ് മോർണിംഗ് കേരളം ഇന്ന് ആരംഭിച്ചത് വയനാട്ടിലെ കോൺഗ്രസിന് എന്ത് പറ്റുന്നു, പത്മജിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് NM വിജയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയായിരുന്നു നമ്മൾ സംസാരിച്ചത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തമാശ എന്ന് പറയുന്നത് വയനാട്ടിലെ കോൺഗ്രസിന് അവരുടെ സാമ്പത്തിക ബാധ്യത തീർക്കാനുള്ള ആ പണം എടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾ ഇല്ലാതാക്കാൻ കോൺഗ്രസ്സുകാർ വിനിയോഗിക്കുന്നു എന്ന തരത്തിലുള്ള തമാശകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ആ തമാശയിലെ തമാശ എലമെൻ്റ് അപ്പുറത്തേക്ക് മാറ്റി നിർത്തിയാൽ കോൺഗ്രസ് ഈ കാലത്തൊന്നും ഇത്രയും വലിയ പ്രതിരോധത്തിലായി നമ്മൾ കണ്ടിട്ടില്ല. നൃപൻ, ആ പ്രതിസന്ധി ഇനി നിയമസഭാ സമ്മേളനം സമ്മേളിക്കാനിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലാണ് വലിയ തലവേദന ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിയമസഭയിലേക്ക് രാഹുൽ എത്തുമോ ഇല്ലയോ എന്നുള്ള ആകാംക്ഷകളൊക്കെ ഉണ്ട്. മുതിർന്ന നേതാക്കൾക്കൊക്കെ വലിയ രീതിയിലുള്ള അമർഷമുണ്ട് രാഹുൽ നിയമസഭയിൽ എത്തുമ്പോൾ. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ? തീർച്ചയായും വിനിഷ മുഖവരയായി പറഞ്ഞ കാര്യമാണ്. പ്രേക്ഷകർ പ്രതികരിക്കുന്നത് പോലെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി കേരളത്തിലെ കോൺഗ്രസും UDFും അനുഭവിക്കുന്നുണ്ട്. നേരത്തെ നാം പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലാണ് കോൺഗ്രസിനെ അലട്ടുന്ന പ്രശ്നമെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം PK ഫിറോസിനെ സംബന്ധിച്ച് ഉയർന്ന ഗുരുതരമായ ആരോപണങ്ങൾ KT ജലീൽ MLA ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇക്കാര്യത്തിൽ വ്യക്തമായ മറുപടി ലീഗ് നേതൃത്വത്തിന് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് നാളെ മുതൽ ഒരു നിയമസഭാ സമ്മേളനം ചേരുന്നത്. ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് സഭയിൽ ശക്തമായ ആരോപണം സ്വാഭാവികമായും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം പ്രതിപക്ഷത്തിന് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ ഉയർന്നു വരുന്ന പുറത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വയനാട്ടിലെ ഈ പറയുന്ന NN വിജയൻ്റെ ആത്മഹത്യയും തുടർന്ന് കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഇടപെടാത്ത സമീപനങ്ങളും അദ്ദേഹത്തിൻ്റെ മരുമകൾ തന്നെ ആത്മഹത്യാ ശ്രമം നടത്തുന്നതും അത് സംബന്ധിച്ച് ഓഡിയോ സംഭാഷണങ്ങളെല്ലാം പുറത്തു വരുന്നതൊക്കെ തന്നെ വല്ലാതെ പ്രതിരോധത്തിലാകുന്നു. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധം ഇതൊക്കെ തന്നെ വ്യക്തമായ നേതാക്കൾക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല. VD സതീശൻ ആരാണ് NM വിജയൻ എന്ന തരത്തിലുള്ള കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം അത് വലിയ തരത്തിൽ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ നാളെ ഈ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭയിലെ പ്രതിപക്ഷ കക്ഷി നേതാവ് എന്ന നിലയിൽ VD സതീശൻ അദ്ദേഹത്തെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത കാര്യം അറിയിപ്പ് കഴിഞ്ഞ ദിവസമാണ് സ്പീക്കർക്ക് രേഖാമൂലം നൽകിയത്. അപ്പോൾ UDFിൻ്റെ ഭാഗമല്ല, കോൺഗ്രസിൻ്റെ ഭാഗമല്ല, അങ്ങനെയല്ല ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇരിക്കുക. അതുകൊണ്ട് പ്രത്യേക ബ്ലോക്ക് അദ്ദേഹത്തിന് അനുവദിക്കും. അത് സംബന്ധിച്ച് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും നടുക്ക് ഒരു ബ്ലോക്കായി അദ്ദേഹത്തിന് പ്രത്യേക ചെയർ അനുവദിക്കാനാണ് സാധ്യത അദ്ദേഹം വരികയാണെങ്കിൽ. പക്ഷേ അദ്ദേഹം പങ്കെടുക്കരുത് എന്ന നിലപാടാണ് മുതിർന്ന നേതാക്കൾക്കെല്ലാം ഉള്ളത്. കാരണം അങ്ങനെ പങ്കെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായി അത് പ്രതിരോധത്തിലാക്കുക UDFിനെയും കോൺഗ്രസിനെയായിരിക്കും. പ്രധാനപ്പെട്ട പല ചർച്ചകൾക്കും UDF എന്താണോ ആലോചിക്കുന്നത്, ഇപ്പോൾ സമീപകാലത്തുണ്ടായ ചില പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പോലീസുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരുന്നു. ഇത്തരം കാര്യങ്ങൾ അവർ സമരരംഗത്താണ്. ഇത്തരം വിഷയങ്ങളൊക്കെ സഭയിൽ ഉന്നയിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കില്ല. സ്വാഭാവികമായും ഇത്തരം വിവാദ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ തുടർന്ന് നേരത്തെ ആദ്യം വിനിഷ സൂചിപ്പിച്ചതുപോലെ പുറത്ത് കോൺഗ്രസ് അനുഭവിക്കുന്ന നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകുമെന്ന KPCCയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം 100 വീടുകളാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ പിരിവ് എവിടെ പോയെന്ന് അറിയില്ല. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പദവി രാജിവെക്കുന്നത്. പകരം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചിട്ടില്ല. കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒന്നിച്ച് നൽകുന്ന വീടുകളെ സംബന്ധിച്ച് ഭൂമി ഏറ്റെടുത്തിട്ടില്ല. വീട് നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. ഗുണഭോക്താക്കൾ പലരും കാത്തിരിക്കുകയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് വലിയ സമ്മർദ്ദവും പ്രതിഷേധവും കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഉണ്ടാകുന്നു. ഒപ്പം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തൽ വരുന്നത്. കഴിഞ്ഞ ദിവസം നടി റിനി മൊഴി രേഖപ്പെടുത്തി. റിനി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ വലിയ തരത്തിലുള്ള സംഘടിതമായ സൈബർ ആക്രമണമുണ്ട് എന്ന കാര്യം മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ DGPക്ക് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കാത്തിരിക്കുന്നു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി നിരവധി വിവാദങ്ങളാണ് കോൺഗ്രസിനെ കാത്തിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ സഭയിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക UDFിനെ സംബന്ധിച്ചിടത്തോളവും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. UDFിൻ്റെ പ്രധാന കക്ഷികളൊക്കെ പറയുന്നത് ഈ നിയമസഭാ സമ്മേളനത്തിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ലത്. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന് വലിയ വിവാദങ്ങളിലേക്കും പ്രതിരോധത്തിലേക്കും പോകുന്നതിൽ ഒഴിവാക്കിയിട്ടാണ് സാധ്യതയുണ്ട് എന്ന അഭിപ്രായം പല നേതാക്കളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ രാഹുലുമായി ബന്ധപ്പെട്ട സൈബർ ടീമും ഷാഫി പറമ്പിലുമൊക്കെ ശക്തമായ സമ്മർദ്ദം മറുഭാഗത്ത് തുടരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തിപരമായി രാഹുൽ ഏത് തരത്തിലാണ് രാഹുൽ ഷാഫി ടീം ഇതിനെ കാണുക? അവർ നിയമസഭയിലേക്ക് വരികയാണെങ്കിൽ
വരികയാണെങ്കിൽ അത് കോൺഗ്രസ്സിന് എതിർക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ആ പ്രത്യേക ബ്ലോക്കിലിരിക്കുന്നു, അത് മാധ്യമങ്ങൾ വലിയ തരത്തിൽ വാർത്തയാകുന്നു. സഭയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ ഉന്നയിക്കുകയോ സഭാ നടപടികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടപെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് രാഷ്ട്രീയപരമായി അതിനെ പൂർണ്ണമായി കോൺഗ്രസിന് പിന്തുണയ്ക്കാൻ കഴിയുമോ, സ്പീക്കർ അതിന് അനുവാദം നൽകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെയുണ്ട്. ഇന്ന് സ്പീക്കർ നിയമസഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം ഒന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ സഭാ നടപടികളും ഒപ്പം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ വ്യക്തത സ്പീക്കർ വരുത്താനുള്ള സാധ്യതയുമുണ്ട്. വിനിഷ. നൃപൻ, ഒന്നാമത്തെ കാര്യം, ലീഗിന് വലിയ തൃപ്തിയൊന്നുമില്ലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിനെ MLA സ്ഥാനത്ത് തുടരുന്നതിൽ. അക്കാര്യത്തിൽ വലിയ തൃപ്തിയൊന്നുമില്ലായിരുന്നു. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകണ്ട എന്നുള്ള നിലയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടി ഭാരവാഹിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിൽ ലീഗ് തൃപ്തിപ്പെട്ടത്. പക്ഷേ അതിനുള്ളിലുള്ള അമർഷം ഇപ്പോഴും ലീഗ് നേതൃത്വത്തിനുണ്ട്. രണ്ടാമത്തെ കാര്യം, നിയമസഭയിലേക്ക് വരുമ്പോൾ പാർട്ടിക്ക് വേണ്ടാത്ത രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭയിൽ നമ്മൾ പൊതുജനങ്ങൾ എന്തിന് സഹിക്കണമെന്ന ചോദ്യം വലിയ ചോദ്യമാണ്. അത് പാലക്കാട് നിന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം അത് ഉയരുന്നുണ്ട്. DYFI അടക്കമുള്ള പല സംഘടനകളും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ മണ്ഡലത്തിൽ കാലുകുത്തിയാൽ അത് പരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന പ്രതിഷേധവുമായി DYFI അടക്കമുള്ള യുവജന സംഘടനകൾ പുറത്ത് ഇതിനോടകം തന്നെ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വലിയ പ്രതിസന്ധിയാണ്. ഇത്രയും ദിവസമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വീടിന് പുറത്തേക്ക് കഴിഞ്ഞിട്ടില്ലെന്നേ. ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും ഒരു MLAക്ക് തലയിൽ മുണ്ടിടാതെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇത്രയും ദിവസം വീടിനുള്ളിൽ തന്നെ നിൽക്കുകയാണ്. ഡിപ്രഷന് മരുന്ന് എടുക്കുകയാണത്രേ, പാരസെറ്റാമോൾ കുടിക്കുന്നുണ്ട്, സിട്രിസിൻ കഴിച്ചിട്ടാണ് ഉറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോ ആണ് നമ്മൾ കേൾക്കുന്നത്. അത് വലിയൊരു പ്രശ്നമല്ലേ? കാരണം പൊതുജനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിലൊരു MLAയെ നമ്മൾ എന്തിനാണ് സഹിക്കുന്നത്? പാർട്ടിക്ക് വേണ്ടാത്ത, കോൺഗ്രസിന് വേണ്ടാത്ത രാഹുൽ മാങ്കൂട്ടത്തിലെ നിയമസഭയിൽ നമ്മൾ എന്തിനു സഹിക്കണം? അതുതന്നെയാണ് ഈ കേരളത്തിലെ പൊതുസമൂഹം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനോട്, UDFിനോട്. വിനിഷ, അതുതന്നെയാണ് ഞാൻ നേരത്തെ മുഖവരിയായി പറഞ്ഞത്. വലിയ തരത്തിലെ പ്രതിസന്ധി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല, അത് സംഘടനയ്ക്കും കോൺഗ്രസിനും ഒപ്പം തന്നെ UDFിനാകെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ വിവാദങ്ങൾ ഒഴിവാക്കി അദ്ദേഹം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൂടുതൽ പ്രകോപനത്തിലേക്ക് പോകരുതെന്ന അഭിപ്രായം തന്നെയാണ് UDFിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾക്കുള്ളത്. ഈ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരാതി മാത്രമല്ല, നിരവധി പരാതികൾ വരുന്നു, പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നു. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ മൊഴികൾ വരുന്നു. അതിൽ ഒപ്പം തന്നെ രാഹുലിനെതിരെ ഗൂഢാലോചന നടത്തിയത് VD സതീശനെ, രമേശ് ചെന്നിത്തലയും അബിൻ വർക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് നിന്നുള്ള ഒരു മഹിളാ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തന്നെ പരാതി നൽകുന്നു. ഇങ്ങനെ രാഷ്ട്രീയ ആരോപണത്തിൻ്റെയും പ്രത്യാരോപണത്തിൻ്റെ ഒരു വേദിയായി കോൺഗ്രസ് രാഷ്ട്രീയവും UDFും മാറുകയാണ്. ഒപ്പം തന്നെ സൈബർ ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ ഇതിനെതിരെ അഭിപ്രായം പറയുന്ന നേതാക്കളെ, പ്രത്യേകിച്ച് രാഹുലിനും പ്രത്യേകിച്ച് ഷാഫി പറമ്പിലിനും വലിയ തരത്തിൽ സ്വാധീനമുള്ള സൈബർ ഹാൻഡിലിൽ നിന്ന് വലിയ തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുന്നു. ഈ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാതെ നേതാക്കന്മാർ വലയുന്ന അവസ്ഥ. ഇതിൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് വ്യക്തിപരമായ തീരുമാനമായി അദ്ദേഹം എടുത്തുകൊള്ളട്ടെ എന്ന നിലപാട് സണ്ണി ജോസഫ് അടക്കം സ്വീകരിക്കുന്നത്. ഇത് ഈ സമ്മർദ്ദത്തിൻ്റെ വ്യക്തിപരമായ ആക്രമണം ഭയന്നിട്ടാണ് എന്ന സൂചനകളോട് പുറത്തു വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അങ്ങനെ കൈയൊഴിയാൻ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിന് കഴിയുമോ എന്ന ചോദ്യമാണ് വിനിഷ ചോദിച്ചത്. അതുതന്നെയാണ് കേരളത്തിലെ ഏവരും ചോദിക്കുക. സ്വാഭാവികമായും ഇത് സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ വരികയാണെങ്കിൽ ആ ചർച്ചകൾ കൂടുതൽ സജീവമാവുകയും അത് കോൺഗ്രസിനെയും UDFിനെയും കൂടുതൽ പ്രതിരോധത്തിലാക്കാനും സാധ്യതയുണ്ട്. വിനിഷ.